ഹർത്താൽ പുരോഗമിക്കുകയാണ്. 3.5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. രാവിലെ 6 മണിക്കാണ് ഹർത്താൽ തുടങ്ങിയത്. ബസ്സുകൾ KSRTC ആയാലും സ്വകാര്യ ബസ്സുകളായാലും ഇന്നിപ്പോൾ നിരത്തിലിറങ്ങിയിട്ടില്ല. എന്നാൽ സ്വകാര്യ വാഹനങ്ങളൊക്കെ നിരത്തിലിറങ്ങിയിട്ടുണ്ട്. പരീക്ഷകൾ പലതും മാറ്റിവെച്ചിരുന്നു. കഴിഞ്ഞ ദിവസമെല്ലാം അവധി ദിവസമായിരുന്നതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഹാജർ നില ഓഫീസുകളിലൊക്കെ തന്നെയും കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. അല്പസമയത്തിനകം 11 മണിയോടുകൂടി സെക്രട്ടേറിയറ്റിലേക്ക് BJPയുടെ മാർച്ച് ഉണ്ടായെന്നും അറിയിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ ഹർത്താലിനോട് തണുപ്പൻ പ്രതികരണമാണുള്ളത്. കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ വ്യാപാരികൾ തീരുമാനിച്ചു. ജോഷ്ല ചേർന്നുണ്ട് വിവരങ്ങളുമായി. ജോഷ്ലയിലേക്ക് എത്താം. ഒരുപക്ഷെ കണ്ണൂരിൽ സംസ്ഥാനത്തുടനീളമുള്ള വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ണൂരിൽ ഉള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ പ്രശ്നബാധിതമായ സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങൾ പലതും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം കൂടി ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് രമിത്ത് അവിടെ എത്തിയ സാഹചര്യം അടക്കം ദുരൂഹമാണ് എന്ന് ആരോപിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പശ്ചാത്തലങ്ങളിലൊക്കെ നിലനിൽക്കെ ഇന്നിപ്പോൾ BJP ആഹ്വാനം ചെയ്തിരിക്കുന്ന ഹർത്താലിനോടൊരു തണുപ്പൻ പ്രതികരണമാണ്. അങ്ങനെ ഒരു പ്രതികരണമാണ് ഈ മേഖലകളിൽ, പ്രത്യേകിച്ച് കണ്ണൂരിൻ്റെ ഭാഗങ്ങളിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോഷ്ല ചേർന്നുണ്ട് വിവരങ്ങളുമായി. ജോഷ്ല, കടകൾ പലതും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കണ്ണൂരിൽ ഒരുപക്ഷെ സംസ്ഥാനത്തെ മറ്റു ഭാഗങ്ങളെ വ്യത്യസ്തമായി ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ധർമ്മടം മണ്ഡലത്തിൽ തണുപ്പൻ പ്രതികരണമാണ് ഹർത്താലിനോട് ഉണ്ടായിരിക്കുന്നത്. കാരണം കണ്ണൂരിനെ സംഘർഷഭൂമിയാക്കുക, അതുപോലെ തന്നെ ധർമ്മടത്തെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തെ സംഘർഷഭൂമിയാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി BJP RSS സംഘം കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് നടത്തിയ ഒരു കൊലപാതകമായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ണൂർ കണ്ടത്. അത് കൃത്യമായും കണ്ണൂരിനെ സംഘർഷഭൂമിയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണെന്നുള്ള ബോധം ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. CPIM ലോക്കൽ സെക്രട്ടറിയെ കൊന്നുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ശാന്തമായിരുന്ന കണ്ണൂരിനെ കലാപഭൂമിയാക്കാൻ വേണ്ടി CPIM ലോക്കൽ കമ്മിറ്റി അംഗം മോഹനെ വെട്ടിക്കൊല്ലുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിനുശേഷമാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഹർത്താലിനോടും യാതൊരു തരത്തിലുള്ള ഹർത്താലിനോട് അനുഭാവപൂർണമായ ഒരു സമീപനം അത് ജനങ്ങളിൽ നിന്നുണ്ടാവുന്നില്ല. ഹർത്താലിനെ തള്ളിക്കൊണ്ട് ജനങ്ങളെല്ലാം നിരത്തിലിറങ്ങുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പിണറായിൽ ജനങ്ങളെല്ലാം റോഡിലിറങ്ങി കഴിഞ്ഞു. മാത്രമല്ല കടകമ്പോളങ്ങളെല്ലാം തന്നെ രാവിലെ മുതൽ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. കടകമ്പോളങ്ങളിൽ ഉള്ള ആളുകൾ പോലും സാധനങ്ങൾ വാങ്ങാനും അതുപോലെ സാധനങ്ങൾ കൊണ്ടുപോകാനും ഒക്കെ മത്സ്യ മാർക്കറ്റ് അടക്കം തുറന്ന് പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. വൻ സുരക്ഷാ സംവിധാനങ്ങളാണ് പിണറായിൽ ഒരുക്കിയിട്ടുള്ളത്. പോലീസ് എല്ലാം വളരെ ജാഗ്രതയോടുകൂടി ഇന്നലെ മുതൽ പിണറായിയിലുണ്ട്. ഇന്ന് ശവസംസ്കാരം നടക്കുന്ന ചാവശ്ശേരിയിലടക്കം കടകമ്പോളങ്ങൾ തുറക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ, ചില ഭാഗത്തു നിന്ന് ആക്രമണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂത്തുപറമ്പിനടുത്ത് ചിലയിടങ്ങളിൽ CPIM പ്രവർത്തകരെ ആക്രമിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ പോലും ഹർത്താലിനോട് ഒരു തണുപ്പൻ പ്രതികരണമാണ് കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്, പ്രത്യേകിച്ച് പിണറായിയിൽ ഉണ്ടായിട്ടുള്ളത്. സൗമ്യ. ജോഷിലാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കണ്ണൂർ ജില്ലയിൽ തണുപ്പൻ പ്രതികരണമാണ് ഹർത്താലിനോട് ഉള്ളത്. കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുകയാണ്.